ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നലത്തെ വീഡിയോയുടെ അവസാനം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് ആദ്യം നോക്കാം. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 2000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരം ആരാണ് എന്നതായിരുന്നു ചോദ്യം. അത് സൂര്യകുമാർ യാദവ് ആണ്. ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് ആണ് രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 2000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരം. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, KL രാഹുൽ എന്നിവരാണ് 2000 റൺസ് തികച്ച ആദ്യ 3 കളിക്കാർ. ഇപ്പോൾ നാലാമതായാണ് സൂര്യകുമാർ യാദവ് 2000 റൺസ് തികച്ചത്. ഇനി ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മിസൈൽ വിക്ഷേപണിയിൽ നിന്നും 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം തകർത്ത ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ഒരു മിസൈൽ വിക്ഷേപണിയിൽ നിന്നും 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം തകർത്ത ആദ്യ രാജ്യം. കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ആകാശ് മിസൈൽ ഉപയോഗിച്ചാണ് ഇന്ത്യ ഈ പരീക്ഷണം നടത്തിയത്. സൂര്യലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്ന വ്യോമസേനയുടെ അസ്ത്രശക്തി 2023 സൈനികാഭ്യാസത്തിലാണ് ഈ പരീക്ഷണം നടന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിന്റെ പേരെന്താണ്? സമർ. സമർ എന്ന വ്യോമ കവച മിസൈൽ സംവിധാനമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചത്. ശത്രുസേനയുടെ മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയെ തകർക്കാൻ ശേഷിയുള്ളതാണ് സമർ വ്യോമ കവച മിസൈൽ സംവിധാനം. സംസ്ഥാന ഇന്റർ സ്കൂൾ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഏത് ജില്ലയിൽ വെച്ചാണ്? മലപ്പുറം. മലപ്പുറം ജില്ലയിൽ വെച്ചാണ് സംസ്ഥാന ഇന്റർ സ്കൂൾ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ സിം കാർഡ് നിയമം രാജ്യത്തിൽ നിലവിൽ വന്നത് ഏത് തീയതി മുതലാണ്? 2023 ഡിസംബർ 1 മുതൽ. 2023 ഡിസംബർ 1 മുതലാണ് ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ സിം കാർഡ് നിയമം രാജ്യത്തിൽ നിലവിൽ വന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമുക്ത സൈനികരുടെ വിധവകളുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമുക്ത സൈനികരുടെ വിധവകളുള്ള രണ്ടാമത്തെ സംസ്ഥാനം. പഞ്ചാബാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ചാറ്റ് GPT പകരമായി ഇന്ത്യൻ കമ്പനിയായ ഒല വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? കൃത്രിം. കൃത്രിം എന്ന നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് ചാറ്റ് GPT പകരമായി ഇന്ത്യൻ കമ്പനിയായ ഒല വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. കൃത്രിമം എന്നതിന്റെ സംസ്കൃത വാക്കാണ് കൃത്രിം. 22 ഇന്ത്യൻ ഭാഷകൾ മനസ്സിലാകുന്ന ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. ഓൺലൈൻ ടാക്സി, ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നിവയിലൂടെ ശ്രദ്ധേയരായ ഒലയുടെ CEO ഭാവിഷ് അഗർവാളാണ്. 2023 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടിയ ടീം ഏതാണ്? കേരളം. കേരളമാണ് 2023 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടിയ ടീം. തമിഴ്നാടിനെയാണ് കേരളം ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റായ നാഗേഷ് ട്രോഫിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് കൈഫ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്ന മുഹമ്മദ് കൈഫാണ് കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റായ നാഗേഷ് ട്രോഫിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം. ഡിസംബർ 17 മുതൽ കേരളത്തിലെ കൊച്ചിയിൽ വച്ചാണ് നാഗേഷ് ട്രോഫി ടൂർണമെന്റ് നടക്കുന്നത്. കേരള ടീമിന്റെ ക്യാപ്റ്റൻ അനന്തു ശശികുമാർ ആണ്.
ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാദജീവിയുടെ പേരെന്താണ്? എൽത്തൂസ നെമോ. എൽത്തൂസ നെമോ എന്ന പരാദജീവിയെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും പുതുതായി കണ്ടെത്തിയത്. കൊല്ലം ആഴക്കടൽ മേഖലയിൽ നിന്നും കണ്ടെത്തിയ ഈ പരാദജീവി മത്സ്യങ്ങളെ ആശ്രയിച്ചു ജീവിക്കുന്ന പരാദജീവിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഫണ്ട് റൺ എന്ന നിലയിൽ ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയ പരിപാടി ഏതാണ്? ദുബായ് റൺ. ദുബായ് റൺ എന്ന പരിപാടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഫണ്ട് റൺ എന്ന നിലയിൽ ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയത്. ദുബായ് റണ്ണിന്റെ 5ാമത് പതിപ്പിൽ 2,26,000-ലധികം ആളുകളാണ് പങ്കെടുത്തത്. ഭാരത് ഭവന്റെ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർ. പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർക്കാണ് ഭാരത് ഭവന്റെ വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത്. 2022 വിവർത്തന രത്ന പുരസ്കാരം ലഭിച്ചത് രാജേശ്വരി ജി നായർക്കാണ്. വിവർത്തന സമഗ്ര സംഭാവന പുരസ്കാരം പ്രൊഫസർ വി ഡി കൃഷ്ണൻ നമ്പ്യാർക്കും വിവർത്തന രത്ന പുരസ്കാരം രാജേശ്വരി ജി നായർക്കുമാണ് ലഭിച്ചത്. കാഴ്ച പരിമിതി നേടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്നതിനായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ദീപ്തി. ദീപ്തി എന്ന പദ്ധതിയാണ് കാഴ്ച പരിമിതി നേരിടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്നതിനായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പദ്ധതി. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് ഏത് രാജ്യത്താണ്? UAE. UAEയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത്. സി ചാനലിൽ റിലീസ് ചെയ്ത കാട്ടുകൊള്ളക്കാരൻ വീരപ്പനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി സീരീസിന്റെ പേരെന്താണ്? കൂസെ മുനിസാമി വീരപ്പൻ. കൂസെ മുനിസാമി വീരപ്പൻ എന്ന ഡോക്യുമെന്ററി സീരീസ് ആണ് സി ചാനലിൽ റിലീസ് ചെയ്ത കാട്ടുകൊള്ളക്കാരൻ വീരപ്പനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി സീരീസ്. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ 2023 ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം നേടിയ മലയാളി ബാലൻ ആരാണ്? ആദിത്യ സുരേഷ്. ആദിത്യ സുരേഷ് ആണ് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ 2023 ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം നേടിയ മലയാളി ബാലൻ. ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന അനൗദ്യോഗിക പദവി ലഭിച്ച നിർമ്മിതി ഏതാണ്? അങ്കോർ വാട്ട് ക്ഷേത്രം. അങ്കോർ വാട്ട് ക്ഷേത്രത്തിനാണ് ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന അനൗദ്യോഗിക പദവി ലഭിച്ച നിർമ്മിതി. കംബോഡിയയിലാണ് അങ്കോർ വാട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2ാമത് കാശി തമിഴ് സംഗമം 2023 ഡിസംബറിൽ നടന്നത് എവിടെ വെച്ചാണ്? വാരണാസി. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചാണ് 2ാമത് കാശി തമിഴ് സംഗമം 2023 ഡിസംബറിൽ നടന്നത്. വാരണാസിയിലെ നമോഘട്ടിൽ വെച്ചാണ് ഈ സംഗമം നടന്നത്. മഹാശിലായുഗത്തിലെ 1800-ലധികം വർഷം പഴക്കമുള്ള ചെങ്കല്ലറകൾ കണ്ടെത്തിയത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് മഹാശിലായുഗത്തിലെ 1800-ലധികം വർഷം പഴക്കമുള്ള ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ പെരിയ വില്ലേജിൽ കല്യോട്ട് എന്ന സ്ഥലത്താണ് ഈ ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. 2023 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ആണ് 2023 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം. UAE ആണ് ബംഗ്ലാദേശ് ഫൈനലിൽ തോൽപ്പിച്ചത്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഇറ്റാലിയൻ തത്വചിന്തകൻ ആരാണ്? അന്റോണിയോ നെഗ്രി.
2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഇറ്റാലിയൻ തത്വചിന്തകനാണ് അന്റോണിയോ നെഗ്രി. ഇദ്ദേഹം രചിച്ച എംപയർ എന്ന കൃതി മുതലാളിത്ത ആഗോളവൽക്കരണ വിരുദ്ധ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. കോമൺവെൽത്ത്, അസംബ്ലി എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികൾ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിന്റെ 250ാമത് വാർഷികമാണ് 2023 ഡിസംബറിൽ ആഘോഷിച്ചത്? ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250ാമത് വാർഷികമാണ് 2023 ഡിസംബറിൽ ആഘോഷിച്ചത്. 1773 ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രതിഷേധ സമരം നടന്നത്. ബ്രിട്ടൻ പാസാക്കിയ തേയില നിയമത്തിൽ പ്രതിഷേധിച്ച് 1773 ഡിസംബർ 16 ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ നിന്നും പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികൾ കടലിൽ വലിച്ചെറിഞ്ഞ സംഭവമാണ് ചരിത്രത്തിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് എന്ന നേട്ടം കൈവരിക്കുന്ന എത്രാമത്തെ ബൗളറാണ് ഓസ്ട്രേലിയയുടെ നഥാൻ ലിയോൺ? എ 6ാമത്തെ, ബി 7ാമത്തെ, സി 8ാമത്തെ, ഡി 9ാമത്തെ? ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് എന്ന നേട്ടം കൈവരിക്കുന്ന എത്രാമത്തെ ബൗളറാണ് ഓസ്ട്രേലിയയുടെ നഥാൻ ലിയോൺ? ഇതിന്റെ ഉത്തരം എല്ലാവരും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.